തെയ്യക്കാലത്ത് അപൂർവമായി മാത്രമാണ് കളിയാട്ടക്കാവുകളിൽ പഴുക്കടയ്ക്ക കൊണ്ട് തൂണുണ്ടാക്കുന്നത്. കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിലെ താവൂരിയാട്ട് കാവ് പഴുക്കടയ്ക്ക തൂണുകളാൽ അപൂർവത തീർക്കുകയാണ്. പഴുക്കടയ്ക്ക തൂണുമെനഞ്ഞോ മലയെണ്ണ കണ്ണ കൈതപ്രത്തിന്റെ വരികളാണ്. പയ്യന്നൂരുകാരനായ കൈതപ്രത്തിന് പതിവ് കാഴ്ചയാണ് കളിയാട്ടക്കാവിലെ പഴുക്കടയ്ക്ക തൂണുകൾ. കണ്ണൂർ രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ പഴുക്കടയ്ക്ക തൂണുകൾ ഒരു കൗതുക കാഴ്ചയാണ്. ആചാരങ്ങളുടെ ഭാഗമായി ഒരുക്കുന്ന അലങ്കാര തൂണുകളാണ് പഴുക്കടയ്ക്ക തൂണുകൾ. 5 ദിവസമായി നടക്കുന്ന കളിയാട്ടത്തിന്റെ അലങ്കാരമെല്ലാം പ്രകൃതിദത്തമായി ലഭിക്കുന്ന വിഭവങ്ങളാലാണ്. ഗ്രാമങ്ങളിൽ നിന്നു തന്നെയാണ് പഴുക്കടയ്ക്കകൾ ശേഖരിക്കുന്നത്. അടയ്ക്കകൾ കുലയിൽ നിന്ന് വേർതിരിച്ച് ചരടുകളിൽ കോർത്ത് തൂണുകളിൽ വരിഞ്ഞുകെട്ടിയാണ് അലങ്കരിക്കുന്നത്. വാഴക്കാമ്പിനുള്ളിൽ ഈർക്കിൽ കൊണ്ട് കുത്തിവെച്ചാണ് പഴുക്കടയ്ക്ക തൂണുകളുടെ നിർമ്മാണം. നാടൊന്നിക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണ് ഈ കളിയാട്ട തൂണിരുക്കൽ. ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളും സജീവമായി പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണിത്. ഉറുപ്പൻശി ദൈവവും അതുപോലെ തന്നെ വേട്ടക്കുരമകൻ ഈശ്വരന്റെയും കോലങ്ങളാണ് ഇവിടെ പ്രധാനമായും കെട്ടിയാടുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഈ 4 ദിവസങ്ങളിലായിട്ട് കാണുന്ന അലങ്കാരങ്ങളെല്ലാം ചമയങ്ങളെല്ലാം തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന വസ്തുക്കൾ മാത്രമാണ്. കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു വസ്തുവും ഉപയോഗിക്കാതെ അടക്ക, പഴുത്തടക്ക, ഏതാണ്ട് 22,000-ഓളം പഴുത്തടക്കകളാണ് ഇവിടെ തൂണുകൾക്കും മറ്റും അറയ്ക്കും ഒക്കെ തന്നെ അലങ്കാരമായി ഉപയോഗിക്കുന്നത്. കളിയാട്ടം തുടങ്ങി 3-ാം ദിനമാണ് രാമന്തലിക്കാരൊന്നാകെ ചേർന്ന തൂണുകളും അലങ്കാരങ്ങളും ഒരുക്കുന്നത്. 22,000 പഴുത്ത അടയ്ക്കകളാണ് തൂണൊരുക്കാൻ വേണ്ടത്. കുരുത്തോലകളും ചെക്കിപ്പൂക്കളും ചെമ്പകവും വാഴക്കൂമ്പും എരുക്കിൻ പൂക്കളുമെല്ലാം അലങ്കാരങ്ങളുടെ ഭാഗമാകും. വടക്കേ മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് പഴുക്കടയ്ക്ക തൂണുകൾ തീർക്കുന്നത്. ഊർപ്പഴശ്ശിയും വേട്ടക്കുരുമകൻ തെയ്യവുമാണ് കളിയാട്ടത്തിലെ തെയ്യക്കോലങ്ങൾ. ആഘോഷങ്ങളെല്ലാം കൂട്ടായ്മയുടേതാണ്. കളിയാട്ടങ്ങൾ കണ്ണൂരിന് കൂടിച്ചേരലിന്റെ ഉത്സവം കൂടിയാണ്. പഴമയുടെ തനിമ ചോരാതിരിക്കാൻ നാടൊന്നിക്കുകയാണ് കളിയാട്ടക്കാവുകളിൽ. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.